പോഷക സമൃദ്ധം, ഉന്മേഷദായകം, ക്ഷാര സ്വഭാവം, അത്താഴ സമയത്ത് ഉത്തമമായതും നോമ്പുതുറയിലും അങ്ങനെ തന്നെ ആയതും നബിതങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതുമായ ഒരു പാനീയം. അതെ, നബീസ് എന്ന പാനീയത്തെക്കുറിച്ചാണ് ഞാനിന്ന് വാചാലയാവുന്നത്. ഇതിനായി ഒരു കൂട നിറയെ ഈന്തപ്പഴം ആവശ്യമില്ല. എന്റെ കയ്യിലെ കൂടയിലെ ഈ നിറവ് കണ്ട് പിന്നെന്തിനാണ് ഈ കോപ്രായം എന്നാണെങ്കിൽ പറയാലോ. നമ്മൾ ഇന്ന് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ ഉള്ളുപൊള്ളയും യാതൊരുവിധ കാമ്പും കാതലും കോപ്പുമില്ലാത്തവയാണെന്ന് ഓർമ്മിപ്പിക്കാനായുള്ള ഒരു തുറന്നുകാട്ടൽ. കണ്ണാൽ കാൺമതും പോയി, കാതാൽ കേൾപ്പതും പോയി. തൽക്കാലം പൊയ് മറക്കാം, നിജത്തിലേക്ക് തിരിച്ചു വരാം. ഈ പാനീയം തയ്യാറാക്കാനായി 4-5 ഈന്തപ്പഴം കൃമികീടങ്ങൾ ഏതുമേ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ഉള്ളിൽ സുഷുപ്തിയിൽ ആണ്ട് കിടക്കുന്ന വിത്തിനെ ഉണർത്താതെ ഒരമ്മയുടെ കരുതലോടെടുത്ത് പുറത്തു കിടത്തി ഈന്തപ്പഴം പഴയപടി മൂടി ശുചിയായ ചില്ലുകുപ്പിയിൽ 1 ഗ്ലാസ് ശുദ്ധജലത്തോടൊപ്പം സൂക്ഷ്മമായി അടച്ചു വെക്കണം. ഇതേ പ്രക്രിയ കറുത്ത ശുഷ്ക ദ്രാക്ഷയിലും പ്രയോഗിക്കാവുന്നതാണ്. പേര് കേട്ട് ഞെട്ടണ്ട, കറുത്ത ഉണക്കമുന്തിരി. എന്നാൽ ഇവ രണ്ടും ഒന്നിച്ചൊരു കുപ്പിയിലാക്കിയാൽ പോരെ എന്ന ചോദ്യം ന്യായമാണെങ്കിലും നിയമം ഇവരെ അതിനനുവദിക്കുന്നില്ല. അല്ലെങ്കിലും ഏതു വിധേനയും യോജിപ്പില്ലാത്തവർ ഒരിക്കലും ചേരാതിരിക്കുന്നതല്ലേ ഭാവിക്ക് നല്ലത്. അങ്ങനെ യോജിപ്പില്ലാത്ത ഇവരെ നിർബന്ധിച്ച് ഒരു കുപ്പിയിലാക്കാതെ 2 കുപ്പിയിലാക്കി. ഇനി ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഇവരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് മയപ്പെടണം. സമയം അങ്ങനെ നീന്തി പോയി. ഘടികാര സൂചികൾ പകലോനൊപ്പം ചലിക്കാൻ വെമ്പൽ കൊണ്ട് പായുമ്പോൾ നേരം ഇരുണ്ടു തുടങ്ങുന്നു. നമ്മൾ കാത്തിരുന്ന ആ 6 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനി തുറക്കാം. കുതിർന്നിരിക്കുന്ന ഈ ഫലവർഗ്ഗങ്ങൾ ചതച്ച് ഒന്നിച്ചോ നീര് മാത്രമായോ സേവിക്കാം. ഇതാണ് നബീസിന്റെ പരമ്പരാഗതമായ രീതി. ഇതിന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാനാണെങ്കിൽ ഊർജ്ജസ്വലത, വിഷവസ്തുക്കളിൽ നിന്ന് ശരീരത്തെ വിമുക്തമാക്കൽ, പോഷകമൂല്യം, പൊട്ടാസ്യം, ഇരുമ്പ്, നാരുകൾ തുടങ്ങിയവയുടെ ഉയർന്ന ലഭ്യത. അതുകൊണ്ട് തന്നെ ദഹനം മനോഹരം, ശോധന അതിലേറെ രസകരം, കാര്യം ശുഭം. അനിയാന്നിൽ കാര്യമായൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: 8 മണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിലിട്ടാൽ ക്ഷാരഗുണമുള്ള ഈ പാനീയം വീര്യം കൂടി മറ്റവന്റെ ഗുണഗണങ്ങൾ കാണിക്കുമെന്നതിനാൽ അത്തരം വിക്രിയകൾ ഒഴിവാക്കുക. ശുദ്ധമായത് സേവിക്കുക, നിഷിദ്ധമായവ തിരസ്കരിക്കുക. നീ നന്നായാൽ നിനക്ക് നന്ന്. അത്ര തന്നെ. ഇനി പൊക്കോ. അടുത്ത സാധനമായി അടുത്ത ദിവസം വരാം. It's me, Hasina from Eras Castle.